നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ച് ഹറമൈനിയുടെ ആധികാരിക ചരിത്രകാരനായ മഹാനായ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഖുലാസത്തുൽ കലാമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വലമ്മാ ദഖലു ത്വായിഫ, വഹാബി സേന ത്വായിഫിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ ഖത്ലുന്നാസ ഖത്ലൻ ആമ്മൻ, മനുഷ്യരെ പൂർണ്ണമായും അവർ കൊന്നു. ഇസ്തൗഅബുൽ കബീറ വസ്സഈറ വൽ മഅ്മൂറ വൽ അമീറ വശരീഫ വൽ വദീഅ, ഭരണാധികാരി, സാധാരണക്കാരൻ, ആലിമ് എല്ലാവരെയും കൊന്നു. വസ്വാറു യദ്ബഹൂന അലാ സ്വദിരിൽ ഉമ്മി തിഫ്ല, ഇന്ന് നമ്മൾ ഇസിൽ ഭീകരന്മാരിൽ നിന്ന് കേട്ടതുപോലെ ഉമ്മയുടെ ഒക്കത്തുള്ള മുല കുടിക്കുന്ന കുട്ടികളെ അവർ കൊന്നുകളഞ്ഞു. വസ്വാറു യസ്അദൂനൽ ബുയൂത വയുഖ്രിജൂന മൻ തവാറാ ഫിഹാ, വീടുകളിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ അഭയം തേടിയവരെ പുറത്തു ചാടിച്ച് ഫയസിലൂനഹും അവിടെ ഇട്ട് കൊന്നുകളഞ്ഞു. വവജദു ജമാഅത്തൻ യതദാറസൂനൽ ഖുർആന ഫഖതലു ഇലാ ആഖിരിഹിം, ത്വായിഫിലെ പള്ളിയിൽ ഖുർആൻ ദർസ് നടത്തുകയായിരുന്ന ഒരു പറ്റം ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ഒരാളെയും ബാക്കി വെക്കാതെ കൊന്നുകളഞ്ഞു. വയഖ്തുലൂന റജുല ഫിൽ മസ്ജിദി വഹുവ റാക്കിഉൻ ഔ സാജിദ്, പള്ളിയിൽ നിസ്കരിക്കുന്നവരെ റുകൂലും സുജൂദിലും മരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളെയും കൊന്ന് വബഅദ ജംഇഹിം തിൽക്കൽ അംവാലില്ലത്തി അഖദൂഹാ മിനത് ത്വായിഫി, വിശ്വാസികളുടെ സമ്പത്ത് അവിടുന്ന് സമാഹരിച്ച് ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അഖ്റജൂ മിൻഹൽ ഖുമുസലിൽ അമീർ, അതിൽ നിന്ന് 1/5 അമീർ ഇബ്നു സഊദിന് കൊടുക്കുകയും വഖത്തസമുൽ ബാഖിയ കമാ തുഖ്സമു ഗനായിമുൽ കുഫാർ, ഇസ്ലാമിക ശത്രു രാജ്യങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിച്ചാലെന്ന പോലെ അവരെ സമ്പത്ത് ഓഹരി ചെയ്യുന്ന വിധത്തിൽ ബാക്കി ഈ വഹാബി ഭീകരന്മാർ ഓഹരി ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 20 ചില്ലാനം ആളുകളെ ഒഴിച്ച് ത്വായിഫിലെ മുഴുവൻ ജനങ്ങളെയും കൊന്ന് 10 ദിവസത്തോളം മറമാടാതെ വെച്ച് കഴുകൻ തിന്നതിന്റെ ബാക്കി ദുർഗന്ധം വരാൻ സമയമായപ്പോഴാണ് ഒന്നിച്ചിവര് മറമാടിയത്. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്റെ